2.5 കൊല്ലത്തിന് മുമ്പ് ഓർമ്മ വെച്ചാണോ ധ്യാൻ ഇപ്പോഴും സംസാരിക്കുന്നത്? അവന് ജനിച്ച ഓർമ്മ വന്ന കാലം തൊട്ട് എല്ലാ കഥയും അറിയാൻ ചേട്ടാ. അതുകൊണ്ടല്ലേ ഈ സാറിനെ കുറിച്ചും ആന്റിയെ കുറിച്ചും ചേട്ടനെ കുറിച്ചും ഒക്കെ. പിന്നെ ഒരു 80% കഥയും ബാക്കി ഒരു 20% പുള്ളിയുടെ ഒരു കാൽപ്പനികതയൊക്കെ ഉണ്ട് അതിൽ. അതെ, ഒരു കഥ പറയുന്ന അത് ഇത്തിരി പൊലിപ്പിച്ച് പറഞ്ഞു പറയണമല്ലോ, അതെ അതെ, ഒരു 80% സത്യമുണ്ട്. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടല്ലോ വർഷങ്ങൾക്ക് ശേഷം. വർഷങ്ങൾക്ക് ശേഷം അത് അജുവിനെയൊക്കെ വളരെ ബഹുമാനത്തോടെ ആൾക്കാർ ട്രോൾ ചെയ്യുന്നുണ്ട് എല്ലാരെയും. രക്ഷപ്പെട്ടു. വിനീതിനൊക്കെ അത്യാവശ്യം കിട്ടി, എല്ലാവർക്കും. അപ്പൊ അജു അവിടുന്ന് നിവിനും രക്ഷപ്പെട്ടു. നിവിനും ബേസിൽ ഒരെണ്ണേ പിടിച്ചുള്ളൂ. ഞാൻ ബേസിൽ അത് അയച്ചു കൊടുത്തായിരുന്നു. രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട, എനിക്ക് ഒരെണ്ണം കിട്ടി. അല്ല അജുവിനത് അത്യാവശ്യം എൻജോയ് ചെയ്തോ? അത് ഞാനത് ഓണർ കയറിയിട്ട് എന്നാ ഇറങ്ങിയത്? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയത്. വലിയ പാടായിരുന്നു അല്ലേ? ഇല്ല, ഞാനത് ആസ്വദിക്കുന്ന ആളാ. സാധാരണ ഈ ട്രോൾ ചെയ്താലേ നമുക്ക് ചിലപ്പോ ഇത്തിരി കിറി മുറിക്കുന്ന ട്രോളൊക്കെ ആയിരിക്കും. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫീൽ എങ്ങനെയാ? ട്രോളുകൾ നമുക്ക് കാര്യം തരാം, അത് ഉണ്ടാക്കാൻ ഭീകര ക്രിയേറ്റിവിറ്റി വേണം, നല്ല ജോലിയാ. അപ്പം ട്രോളിനെ ഞാൻ അതിന്റെ സെൻസിൽ പണ്ട് തൊട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷെ ചില സമയത്ത് നമുക്കറിയാം ആ ട്രോൾ ഒരു വാണിംഗ് ആണ്. ഞാൻ അങ്ങനെയും കൂടെ കാണാറുണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് നമ്മളെ നവീകരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സത്യമായിട്ടും. മാത്രമല്ല നമുക്ക് ശ്രദ്ധിക്കാനുള്ള ചില ജാഗ്രതകൾ. ഇനി നമ്മൾ ഈ തെറ്റ് തുടരരുത്, ഇത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് നിങ്ങളുടെ പാത മാറ്റണം എന്ന് പ്രേക്ഷകർ തരുന്നൊരു. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ. കാര്യം ഇത് എനിക്കൊന്ന് ഒരു 18-35 ഒക്കെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് കൂടുതലും ട്രോൾ അടിക്കുന്നത്. എനിക്കൊന്ന് അതിന് 40+ ഒന്നും ട്രോളിലേക്കൊന്നും പോകുന്നില്ല. ഒരു പ്രായമായി തുടങ്ങി. അവരെ പൊതുവെ സോഷ്യൽ മീഡിയ വസന്തം എന്നാ വിളിക്കുന്നത്. നമ്മളൊക്കെ വസന്തം. ഞാൻ 40 40-ആയോ? ഓ, കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഈ വസന്തം കാറ്റഗറിയിലോട്ട് എത്തിയവരാണ് അതിന് മുകളിലോട്ടുള്ളവര്. വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ചേട്ടാ, ഈ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ എല്ലാവരും പോവും. ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവുന്ന സിനിമ ചിലപ്പം ഈ ചെറുപ്പക്കാരുടെ കാറ്റഗറി അല്ലാത്തവരും കുടുംബങ്ങളൊക്കെ പോകും. പ്രത്യേകിച്ച് ഒരു വിനീതിന്റെ സിനിമ എന്ന് പറയുമ്പോൾ അപ്പോൾ അവർക്കിത് വളരെ ഓക്കെയാണ്.